ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ക്ലാസിക്കൽ തിയറി ഓഫ് ഇൻഫ്ലേഷൻ ആണ്. എന്താണ് ഇൻഫ്ലേഷൻ? ഇൻഫ്ലേഷൻ എന്ന് വെച്ചാൽ റൈസ് ഇൻ ജനറൽ പ്രൈസ് ലെവൽ, അതായത് പൊതുവില നിലവാരത്തിലെ വർധനവിനെയാണ് നമ്മൾ എന്തോന്ന് പറയുന്നത്? ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. അതിലെ ക്ലാസിക്കൽ തിയറി ഓഫ് ഇൻഫ്ലേഷൻ ആണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. MV=PT എന്ന ഇക്വേഷൻ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ തിയറി പറയുന്നത്. കാരണം മണി യൂസ് ചെയ്താണ് ആളുകൾ എന്ത് ചെയ്യുന്നത്? സാധനങ്ങൾ വാങ്ങുന്നത്. ഈ ഒരു തിയറി പ്രകാരം പറയുന്നത് എന്താണ്? എക്കോണമിയിൽ സാധനത്തിൻ്റെ വില കൂടുന്നത് എപ്പോഴാണ്? നമ്മുടെ ബേസിക് ഡിമാൻഡ് തിയറി, അതായത് ഡിമാൻഡ് കൂടുമ്പോൾ എന്ത് ചെയ്യുന്നു? പ്രൈസ് കൂടുന്നു. ഈ തിയറിയും അതാണ് എന്ത് ചെയ്യുന്നത്? പറയുന്നത്. എക്കോണമിയിൽ സപ്ലൈ ഓഫ് മണി കൂടുമ്പോഴേക്കും പ്രൈസ് എന്ത് ചെയ്യും? കൂടും. അതുവഴി മണിയുടെ വാല്യൂ എന്ത് ചെയ്യും? കുറയും. ഈ ഒരു തിയറി ഒരു ഡയറക്റ്റ് ആൻഡ് പ്രൊപ്പോർഷണൽ റിലേഷൻ ബിറ്റ്വീൻ മണി ആൻഡ് പ്രൈസ് ലെവലാണ് എന്ത് ചെയ്യുന്നത്? കാണിക്കുന്നത്. അതായത് 5% മണി സപ്ലൈ എക്കോണമിയിൽ കൂടുകയാണെങ്കിൽ 5% ഇൻഫ്ലേഷൻ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അതായത് ഒരു 5%, ഇപ്പോൾ ഒരു മണി സപ്ലൈ ഒരു 5% കൂടുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ആ 5% തന്നെ എന്തുണ്ടാവും എന്നാണ് പറയുന്നത്? ഇൻഫ്ലേഷനും ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അതിൻ്റെ ഇക്വേഷനാണ് താഴെ കൊടുത്തിരിക്കുന്നത്. MV=PT. അതിൽ എം എന്ന് പറയുന്നത് എന്താണ്? ക്വാണ്ടിറ്റി ഓഫ് മണി സർക്കുലേഷനാണ് എം എന്ന് പറയുന്നത്. വി എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് മണിയാണ്. പി എന്ന് പറയുന്നത് പ്രൈസ് ലെവൽ. ടി എന്ന് പറയുന്നത് വാല്യൂ ഓഫ് ട്രാൻസാക്ഷൻ ആണ്. ഇനി വി ആൻഡ് ടി ആർ കോൺസ്റ്റൻറ്റ്, അതായത് വെലോസിറ്റി ഓഫ് മണിയും വാല്യൂ ഓഫ് ട്രാൻസാക്ഷൻ എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. സോ എം ചേഞ്ച് അനുസരിച്ച് പിയും ചേഞ്ച് ചെയ്യും. അതായത് എം ക്വാണ്ടിറ്റി ഓഫ് മണി സർക്കുലേഷൻ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? പ്രൈസ് ലെവലും ചേഞ്ച് സംഭവിക്കുന്നുണ്ട്. അതാണ് ഈ ക്ലാസിക്കൽ തിയറി ഓഫ് ഇൻഫ്ലേഷനിൽ പറഞ്ഞിരിക്കുന്നത്. എല്ലാവരും ഒന്നും കൂടെ കേട്ടു നോക്കുക. താങ്ക് യു.